സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ മുനമ്പം ജനത നടത്തുന്ന സമരം ഇന്ന് 100ാം ദിവസം. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ തങ്ങൾക്ക് അനുകൂല റിപ്പോർട്ട് നൽകും എന്ന പ്രതീക്ഷയാണ് ഇവർക്ക്. 100ാം ദിവസം രാപ്പകൽ സമരം പുരോഗമിക്കുകയാണ് മുനമ്പത്ത്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ മുനമ്പത്ത് സമരപ്പന്തൽ സന്ദർശിച്ചു. പിറന്ന മണ്ണിൽ ജീവിക്കാനാണ് മുനമ്പം ജനത തെരുവിലിറങ്ങിയത്. മുൻഗാമികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് ജീവനേക്കാൾ വിലയുള്ളതാണെന്ന് ആവർത്തിച്ചു തീരദേശമാകെ. സമരത്തിന്റെ ചൂടും ചൂരും ഭരണകൂടത്തെ വരെ പൊള്ളിച്ചു. മുട്ടാപ്പോക്ക് ന്യായങ്ങളുമായി മുനമ്പത്തേക്ക് എത്താനാവില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുനമ്പം ജനതയ്ക്കൊപ്പം നിന്നു. സമരപ്പന്തലിൽ രാഷ്ട്രീയം കയറ്റില്ല എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ച് മുനമ്പം ജനത മാതൃകയായി. നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് ഉറപ്പിക്കുകയാണ് സമരസമിതി. ഈ തെറ്റായ രീതിയിൽ വഖഫ് ബോർഡ് എഴുതിയെടുത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ നിരാഹാര സമരവുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ ആ സമരം സാമാന്യബോധമുള്ള മതേതരത്വ ബോധമുള്ള എല്ലാ ജനങ്ങളും ഏറ്റെടുക്കുകയും കേരളം ഒന്നാകെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സമരം ചൂടുപിടിച്ചതോടെ നിയമപോരാട്ടങ്ങളും ആരംഭിച്ചു. നിയമം നീതിക്ക് മുന്നിൽ വഴിമാറി. തീരദേശത്തെ സമരപരിഹാരത്തിനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഭൂമി പണം കൊടുത്തു വാങ്ങിയ ജനതയെ ഇറക്കി വിടരുത് എന്ന് സമരപ്പന്തൽ സന്ദർശിച്ച് PV അൻവർ പറഞ്ഞു. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനം സർക്കാർ അവസാനിപ്പിക്കണം. സർക്കാരിന് തീർക്കാവുന്ന ഒരു വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതൊരു വലിയ വിഷയമാക്കി ഇതൊരു വർഗീയ വിഷയത്തിലേക്ക് കടക്കത്തക്ക രീതിയിൽ അതിനെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഈ സ്വഭാവം സർക്കാർ അവസാനിപ്പിക്കണം. രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി കടലാസ് വീടുകൾ തലയിൽ വെച്ച് ജനങ്ങൾ കടലോരത്ത് നിൽപ്പ് സമരം നടത്തും. 24 കൊച്ചി.